നമസ്കാരം. ഇലക്ട്രിക് ഇരുചക്ര വാഹനം നിർമ്മിക്കുന്നവർ ജനങ്ങളെ പല രീതിയിൽ കബളിപ്പിച്ചിട്ടുണ്ട്. പലതും പിടിക്കപ്പെട്ടിട്ടുമുണ്ട്. അതിന്റെ എല്ലാം വീഡിയോകളും നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ പെടാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. പലർക്കും അതിനെപ്പറ്റി അറിയുമായിരിക്കുമെങ്കിലും ഒരുപാട് പേർക്ക് അതിനെപ്പറ്റി ഇപ്പോഴും അറിയില്ല എന്നതാണ് വാസ്തവം. അറിയുന്നവരും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത് ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും വണ്ടിക്ക് ദോഷം ചെയ്യാത്തത് കൊണ്ടാണ്. പക്ഷേ അതിൽ വിശ്വാസ വഞ്ചനയുണ്ട് താനും. ഒരു കമ്പനി അവരുടെ വണ്ടിക്ക് 100 കിലോമീറ്റർ IDC റേഞ്ച് കിട്ടുമെന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്രയൊന്നുമില്ലെങ്കിലും ഏകദേശം ഒരു 75 അല്ലെങ്കിൽ 80 കിലോമീറ്ററിനടുത്ത് റേഞ്ച് കിട്ടുമെന്ന്. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ വണ്ടി വാങ്ങിക്കുന്നത്, ശരിയല്ലേ? പക്ഷേ സത്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 75 അല്ലെങ്കിൽ 80 കിലോമീറ്റർ റേഞ്ച് കിട്ടുമെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഡിസ്പ്ലേയിൽ, അതായത് ഓഡോമീറ്ററിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. പക്ഷേ പ്രാക്ടിക്കലി, അതായത് ഒരു സ്ഥലം മുതൽ മറ്റൊരു സ്ഥലം വരെയുള്ള ദൂരം കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ അത്രയും കിലോമീറ്റർ റേഞ്ച് തന്നെയാണോ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് വണ്ടി ഏതെങ്കിലും ഒരു പെട്രോൾ വണ്ടിയുടെ കൂടെ രണ്ട് വണ്ടിയിലും ട്രിപ്പ് 0 ആക്കിയതിന് ശേഷം ഒരു 10-20 കിലോമീറ്റർ ഓടിച്ച് നോക്കിയിട്ട് കിലോമീറ്ററിൽ വല്ല വ്യത്യാസവും ഉണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടോ? ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളിൽ നിങ്ങൾ ഓടുന്ന കിലോമീറ്റർ കൃത്യമാണോ എന്ന് നോക്കിയിട്ടുണ്ടോ? എന്റെ അഭിപ്രായത്തിൽ ഭൂരിഭാഗം പേരും ഇതൊന്നും നോക്കിയിട്ടുണ്ടാവില്ല. കാരണം നമുക്ക് എല്ലാവരെയും വിശ്വാസമാണ്. റേഞ്ചിന്റെ കാര്യത്തിലാണല്ലോ ഇപ്പോൾ മത്സരം നടക്കുന്നത്. ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങിക്കുന്നതിന് മുമ്പ് ഭൂരിഭാഗം പേരും ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം റേഞ്ച് എത്ര കിട്ടുമെന്നാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഇലക്ട്രിക് വണ്ടിയിൽ റേഞ്ചിന്റെ പങ്ക് വളരെ വലുത് തന്നെയാണ്. ഞാനൊരു വീഡിയോ ക്ലിപ്പ് നിങ്ങളെ കാണിക്കാം. പിന്നെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ മൈലേജ്. നമ്മൾ 1 കിലോമീറ്റർ നമ്മളെ വണ്ടി യഥാർത്ഥത്തിൽ ഓടുമ്പോൾ ഈ വണ്ടി 1 കിലോമീറ്ററിന് മുകളിലാണ് കാണിക്കുക. അത് 100 കിലോമീറ്റർ പോകുമ്പോൾ 110 മുതൽ 112 കിലോമീറ്റർ വരെ ഈ വണ്ടി ഓടിയതായിട്ട് കാണിക്കും. ഓക്കെ. അപ്പോൾ റിയലായിട്ട് നമ്മളെ വണ്ടി അത്ര ഓടുന്നില്ല. അപ്പോൾ അവർ പറയുന്ന റേഞ്ച് അവര് പറയുന്ന റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് കൃത്രിമമായിട്ട് മീറ്ററിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. ശരിക്കും നമ്മളെ വണ്ടി അത്ര കിലോമീറ്റർ പോകില്ല. വേറൊരു വാഹനം വെച്ച് പോണേ അത്രയും കിലോമീറ്റർ ഈ വാഹനം ഓടുന്നത്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിരുന്നോ? ഞാനിപ്പം ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്യാണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കിലോമീറ്ററുകളും അറിയാം. നമ്മൾ ഓരോ കിലോമീറ്ററും പോകണം. നമ്മൾ കിലോമീറ്ററിനാണ് ചാർജ് വാങ്ങുക. അതുകൊണ്ട് തന്നെ കിലോമീറ്റർ നമുക്ക് എല്ലാ സ്ഥലത്തേക്കും പോകുമ്പോൾ, നാട്ടിലേതായാലും പുറത്തേക്കായാലും കിലോമീറ്റർ നമുക്ക് അറിയുന്നതാണ്. ഈ വണ്ടി എടുത്ത് പോകുമ്പോൾ അതിലും കൂടുതൽ കിലോമീറ്ററാണ് കാണിക്കുന്നത്. ആണല്ലേ? 32 കിലോമീറ്റർ പോകുമ്പോൾ ഇതിൽ 36 കിലോമീറ്റർ വരെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ മൈലേജ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും 100 കിലോമീറ്റർ നമ്മൾ കണ്ട് വണ്ടി എടുത്ത് പോവുകയാണെങ്കിൽ 90 കിലോമീറ്റർ എത്തുമ്പോൾ വണ്ടി നിന്ന് പോകും. 100 കിലോമീറ്റർ ഓടില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട് വണ്ടിക്ക്. ഇത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. ഇതുപോലെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഡിസ്പ്ലേയിൽ, അതായത് ഓഡോമീറ്ററിൽ റേഞ്ച് കൂടുതൽ കാണിക്കും, പക്ഷേ ശരിക്കും വണ്ടി അത്ര ഓടുന്നില്ല. അതായത് 10 കിലോമീറ്റർ നമ്മൾ ഓടിയതായി ഓഡോമീറ്ററിൽ കാണിക്കുമ്പോൾ ശരിക്കും നമ്മൾ 8.5 അല്ലെങ്കിൽ 9 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുണ്ടാവുകയുള്ളൂ. 10 കിലോമീറ്റർ ഓടുമ്പോൾ 1.5 കിലോമീറ്ററിന്റെ ഷോർട്ടേജ് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 80 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്ന ഒരു വണ്ടിക്ക് ശരിക്കും 12 കിലോമീറ്ററിന്റെ ഷോർട്ടേജ് ഉണ്ടാവും. അതായത് ആ വണ്ടിയിൽ നമുക്ക് 68 കിലോമീറ്റർ റേഞ്ച് മാത്രമാണ് കിട്ടുന്നതെന്ന് അർത്ഥം. എല്ലാ കമ്പനികളും ഇത്തരത്തിൽ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 1 ലക്ഷത്തിനും മുകളിൽ കാശ് കൊടുത്ത് വാങ്ങിച്ച നിങ്ങളുടെ വണ്ടിക്ക് ഇതുപോലെ ഓഡോമീറ്ററിൽ ഉടായ്പ കാണിച്ചു വെച്ചിട്ടുണ്ടോ എന്നറിയാൻ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ ചെയ്താലോ? തൽക്കാലം ഒരു 20 കിലോമീറ്ററിന്റെ ചെറിയൊരു ടെസ്റ്റ് നടത്താം. മാക്സിമം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ഓല, ഏത്തർ, ബജാജ് എത്തക്, TVS iQube, ഹീറോ മോട്ടോകോർപ്പ് വിഡ, ഹീറോ ഇലക്ട്രിക്, ബെൻലിംഗ് ഓറ, എൽത്തർ ബ്രാവോ, എവേറ റെട്രോസ, ബൗൺസ് ഇൻഫിനിറ്റി, റിവോൾട്ട്, ആംപിയർ മാഗ്നസ്, ബിഗോസ്, പ്രാണ, ഒഡീസി ഇവോക്കിസ്, അങ്ങനെ ഒരുവിധം എല്ലാ വണ്ടികളും. ഞാൻ ചില ബ്രാൻഡുകളെല്ലാം പറയാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല ഇതിൽ പൂട്ടിപ്പോയ കമ്പനികളുമുണ്ട്. അത് കുഴപ്പമില്ല, കാരണം അവരും ഈ പണി ഒപ്പിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയാമല്ലോ. ഞാൻ എൻ്റെ ബുള്ളറ്റും എടുക്കാം. ബുള്ളറ്റിന്റെ ഓഡോമീറ്റർ കറക്റ്റാണ്, ഞാൻ ചെക്ക് ചെയ്തതാണ്. എന്തായാലും ടെസ്റ്റിന് മുന്നേ ഒരു തവണ കൂടി ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ എല്ലാ വണ്ടികളുടെയും ട്രിപ്പ് 0 ആക്കിയതിനു ശേഷം, ഇനിയിപ്പോൾ ട്രിപ്പ് ഇല്ലാത്ത വണ്ടിയാണെങ്കിലും സാരമില്ല, നമുക്ക് കിലോമീറ്റർ എഴുതി വെക്കാം. എന്നിട്ട് 20 കിലോമീറ്റർ ഓടിച്ചതിന് ശേഷം ഓരോ വണ്ടികളിലും റേഞ്ചിന് വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതാണ് എൻ്റെ കോൺടാക്ട് നമ്പർ. നിങ്ങളെല്ലാവരും വാട്സപ്പ് ചെയ്യുമെന്ന് കരുതുന്നു. കോഴിക്കോട് ഉള്ളവരെയാണ് വേണ്ടത്. ഇതിനായിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാം. ഈ ഒരു ടെസ്റ്റ് ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. പിന്നെ നിങ്ങളുടെ ജോലിക്ക് ഒരിക്കലും ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. രാവിലെ നേരത്തെ ഒരു 7 മണിക്ക്. റോഡും കാലിയായിരിക്കും. മാക്സിമം നമുക്ക് 1 മണിക്കൂർ മതിയാവും. അപ്പോൾ സെറ്റല്ലേ എല്ലാവരും? മെസ്സേജ് ചെയ്യണേ.
പിന്നെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം സ്പീഡിന്റെ കാര്യത്തിലാണ്. സ്പീഡോമീറ്ററിൽ നമ്മൾ കാണുന്ന സ്പീഡ് 25 km/h ആണെങ്കിൽ വണ്ടി സഞ്ചരിക്കുന്നത് 40 അല്ലെങ്കിൽ 45 km/h സ്പീഡിലായിരിക്കും. ഇത് പക്ഷേ ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ലാത്ത ലോ സ്പീഡ് കാറ്റഗറിയിൽ പെടുന്ന വണ്ടികളിൽ മാത്രമാണ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞതാണ്, എന്നാലും അറിയാത്തവർക്കായി വീണ്ടും പറയുന്നു. ലോ സ്പീഡ് കാറ്റഗറിയിൽ പെടുന്ന ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ നിയമപ്രകാരം 25 km/h സ്പീഡിൽ കൂടുതൽ പോകാൻ പാടില്ല. മോട്ടോർ പവർ 250 വാട്ട്സിന് മുകളിലും ആവാൻ പാടില്ല. അതേപോലെ ഈ വണ്ടികൾക്ക് നിശ്ചിത ഭാരമേ പാടുള്ളൂ. സത്യം പറഞ്ഞാൽ ഇതൊന്നും ആരും പാലിക്കാറില്ല. കാരണം അതിനേക്കാൾ സ്പീഡിൽ സൈക്കിൾ ഓടിക്കാം എന്നാണ് കസ്റ്റമേഴ്സ് പറയുന്നത്. കയറ്റമൊന്നും കയറുകയുമില്ല. എന്നിട്ടും ഇത്തരം വണ്ടികൾക്ക് 75,000 രൂപ കൊടുക്കുകയും വേണം. പിന്നെ ആരെങ്കിലും ഈ വണ്ടി മേടിക്കുമോ? പക്ഷേ നിയമം എന്നും നിയമം തന്നെയാണ്. കഴിഞ്ഞ വർഷം ഇതുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് MVDയുടെ മിന്നൽ പരിശോധനയിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിയമം പാലിക്കാത്ത 2-3 കടകൾക്ക് ഷട്ടർ താഴ്ത്തേണ്ടി വന്നിട്ടുണ്ട്. ഇതിലെ അപകടത്തെ പറ്റിയും ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു. രക്ഷിതാക്കൾ 18 വയസ്സ് തികയാത്ത കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള വണ്ടികൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പ്രായക്കൂടുതലുള്ള രക്ഷിതാക്കൾക്കും ജോലിയുള്ള അവരുടെ മക്കൾ ഇത്തരത്തിലുള്ള വണ്ടികൾ വാങ്ങിച്ചു കൊടുക്കാറുമുണ്ട്. ഈ 2 കാറ്റഗറിയിൽ പെടുന്നവർക്കും ഈ വണ്ടി തന്നെ വാങ്ങിച്ചു കൊടുക്കാൻ കാരണം മാക്സിമം സ്പീഡ് 25 km/h അല്ലേ ഉള്ളൂ എന്നതുകൊണ്ടാണ്. പതുക്കെയല്ലേ പോകാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ ഒന്നും സംഭവിക്കരുത് എന്നൊക്കെ കരുതിയാണ്. ആ ഒരു ധൈര്യത്തിൽ തന്നെ ഇവരും ഫുൾ ആക്സിലറേറ്റർ കൊടുത്തായിരിക്കും വണ്ടി ഓടിക്കുന്നതും. വണ്ടി 45 km/h സ്പീഡിൽ വരെ എത്തുകയും ചെയ്യും. പക്ഷേ സ്പീഡോമീറ്ററിൽ കാണിക്കുന്നത് 25 km/h ആയിരിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വണ്ടികൾ കുടുംബത്തിലുള്ളവർക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ വണ്ടി ഓടിച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അവർക്ക് വണ്ടി ഓടിക്കാൻ കൊടുക്കുക. ഈ വീഡിയോ കൊണ്ട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ബിസിനസ് ലാഭത്തിന് വേണ്ടി നിർമ്മാതാക്കൾ എന്തും ചെയ്യും. വഞ്ചിതരാവാതിരിക്കാനും അപകടം സംഭവിക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മാത്രമാണ്. ഷോറൂമിലുള്ളവർക്ക് ഇതൊക്കെ അറിയാമെങ്കിലും അവർ ഒരിക്കലും നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ പോകുന്നില്ല. ഗോ ഗ്രീൻ, ഗോ ഇലക്ട്രിക്. I get those goosebumps every time.